മൗസ്റ്റോൺ നെറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. വൈ ഡിഡ് ദ അതർ മൈസ് തിങ്ക് മീറ്റർ വുഡ് നോട്ട് ബി ചൂസൺ ഫോർ ദ മിഷൻ? അപ്പം വേറൊരു മൈസ്, അതായത് എലി, ചിന്തിച്ചിട്ടുണ്ടായിരുന്നു മീറ്റർ, നമ്മളെ ഈ ഒരു കഥാനായകന് ഈ ഒരു മിഷന് വേണ്ടി ചെയ്യേണ്ടതായിരുന്നില്ല എന്ന് അവൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചത്. കാരണം ബിക്കോസ് മീറ്റർ വോയി സ്മോളർ ദാൻ അതർ മൈസ്. കാരണം ബാക്കിയുള്ള എലികളെ വെച്ച് നോക്കാൻ വെച്ചാൽ ഈ മീറ്റർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ചെറുതാണ്. അപ്പം അതാണ് അവരങ്ങനെ ചിന്തിക്കാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് മീറ്റർ ഫീൽ ഡ്യൂറിങ് ദ ലോഞ്ച് ഓഫ് സ്പേസ് ഷട്ടിൽ? അപ്പോൾ സ്പേസ് ഷട്ടിലിൻ്റെ ലോഞ്ചിൽ അതിങ്ങനെ എടുക്കുമ്പോൾ മീറ്ററിന് എന്താണ് തോന്നിയത് എന്നാണ് ചോദിക്കുന്നത്. മീറ്റർ ഫീൽസ് വെയ്റ്റ്ലെസ്നെസ് ഡ്യൂറിങ് ദ ലോഞ്ച് ഓഫ് സ്പേസ് ഷട്ടിൽ. അപ്പം ഒരു വെയ്റ്റ്ലെസ്നെസ്, അപ്പം നമുക്കൊരു വെയിറ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ നമുക്കറിയാമല്ലോ സ്പേസിൽ ഇങ്ങനെ പൊങ്ങി കളിക്കുമല്ലോ, അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് മീറ്ററിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡസ് മീറ്റർ ബിലീവ് ദാറ്റ് ബീയിങ് ദ സ്മോളസ്റ്റ് ഈസ് ഇൻ എ ബാഡ് തിങ്? അപ്പം മീറ്റർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, ചെറുതായിരിക്കുന്നത് എന്താ പറയുക, ചെറിയൊരു കാര്യമല്ല. അതായത് അവനെ ഈ ഒരു സൈസ് വെച്ചിട്ട് എല്ലാവരും എന്താ പറയുക, ഒരു മോശമായിട്ടാണ് കാണുന്നത്. അപ്പം അത് ബാഡല്ല എന്ന് അവൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ബിക്കോസ് ഹീസ് ദ വൺ ഹു ഹെൽപ്പ് ടു ടേക്ക് ദ കീ. അപ്പം ആ ഒരു കൺട്രോൾ കീ ഉള്ളിലേക്ക് പോയപ്പോൾ ഇവനാണ് എടുക്കാൻ സഹായിച്ചത്. അപ്പോൾ അതൊക്കെ കൊണ്ടാവാം അവനങ്ങനെ പറയാനും കാരണം. അവനക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവനങ്ങനെ പറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് റിവാർഡ് വേർ മീറ്റർ റിസീവ് അറ്റ് ദ എൻഡ്? അപ്പം മീറ്ററിന് ഈ ഒരു സ്റ്റോറിയുടെ എൻഡിൽ എന്തൊക്കെ റിവാർഡുകളാണ് കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. വെൻ ദ ഷട്ടിൽ റിട്ടേൺസ് ടു എർത്ത്, മീറ്റർ ഈസ് ഡിക്ലെയർഡ് എ ഹീറോ. ഹി ഹാസ് ഈവൻ ഗിവൻ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം ആൻഡ് ആൻ ഒഫീഷ്യൽ ടൈറ്റിൽ മൗസ്ട്രോണറ്റ്. അപ്പോൾ അവന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ഷട്ടിൽ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയപ്പോൾ അവന് ഒരു പുതിയൊരു യൂണിഫോം കൊടുക്കുകയാണ്. ഈ എന്താ പറയുക, നാസയുടെ ഇതിലുള്ള ഒരു നല്ലൊരു യൂണിഫോം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മൗസ്ട്രോണറ്റ് എന്ന് പറയുന്നൊരു പേരും കൊടുത്തു. സാധാരണ നമ്മൾ ആസ്ട്രോണറ്റ് എന്നാണ് പറയുക. ഇവൻ മൗസ് ആയതുകൊണ്ടാവാം അവൻ അങ്ങനെ ഒരു പദവിയും കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റീസ് ആണ്. അതിൽ ഫസ്റ്റായിട്ട് വരുന്നത് ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഈച്ച് സീൻ? റൈറ്റ് 2 സെൻറ്റൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പം ഈ ഒരു ആക്ടിവിറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് സീനുകൾ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലുള്ള. അപ്പം ആ ഒരു സീനിന് ഈ എന്താ പറയുക മാച്ചായിട്ടുള്ള ഒരു 2 പോയിൻറ്റ്സ് ആ ഒരു സീനിനെ പറയുന്ന രീതിക്ക് നമ്മൾ, പോയിൻറ്റ്സ് അല്ല 2 സെൻറ്റൻസ് ഈ ഒരു സീനിനെ പറയുന്ന രീതിക്ക് നമ്മൾ എഴുതണം. അപ്പം നമുക്ക് ഇതിൽ ഒന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ദ ഷട്ടിൽ കമാൻഡർ ചൂസസ് മീറ്റർ ഫോർ ദ മിഷൻ. അപ്പം ഷട്ടിൽ കമാൻഡർ മീറ്ററിന് ഇതിന് ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടെ ഇതിൽ ആഡ് ആക്കണം. അപ്പം നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? എവരി വൺ വേർ സർപ്രൈസ്ഡ്. 6 mice are taken to their new home, a special cage called the mouse hotel. ഇനി നമുക്ക് നെക്സ്റ്റ് സീൻ നോക്കാം. ഈ ഒരു ലോഞ്ചിങ്ങിൻ്റെ ആണ് നമുക്ക് നെക്സ്റ്റ് സീൻ തന്നിട്ടുള്ളത്. നമുക്കിതെങ്ങനെ എഴുതാം? ദ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടഡ്. ദ സ്പേസ് ഷട്ടിൽ ബിഗിൻസ് ടു മൂവ് വിത്ത് ബ്ലാസ്റ്റിംഗ് നോയ്സ് ആൻഡ് വിത്ത് തിക്ക് സ്മോക്ക്. നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് ഈ മീറ്ററിന് ഒരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്ത ആ ഒരു സീനാണ്. ദ അതർ മൈസ് ക്ലിങ് ടു ദയർ കേജ് ബട്ട് മീറ്റർ ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. നെക്സ്റ്റ് ഈ കീ കാണാതായ സീനാണ്. ഇതിൽ നമുക്ക് 2 സെൻറ്റൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ദ കീ ടു ദ കൺട്രോൾ പാനൽ സ്റ്റക്ക് ബിറ്റ്വീൻ ദ മോണിറ്റേഴ്സ്. ഇറ്റ് ആക്സിഡൻ്റലി ഗെറ്റ്സ് വെഡ്ജ് ഫാദർ ഡൗൺ. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതണം, മീറ്റർ ദ സ്മോൾ മൗസ് വുഡ് ഹെൽപ്സ് ടു ടേക്ക് ദ കീ ബാക്ക്. നെക്സ്റ്റ് സീന് നമുക്ക് മീറ്ററിന് എല്ലാവരും റിവാർഡ് കൊടുക്കുന്ന ആ ഒരു സീനാണ്. എവരി വൺ അപ്രീഷിയേറ്റ് മീറ്റർ ആൻഡ് ഡിക്ലെയർ ഹിം ആസ് എ ഹീറോ ആൻഡ് ഗിവൺ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം ആൻഡ് ആൻ ഒഫീഷ്യൽ ടൈറ്റിൽ മൗസ്ട്രോണറ്റ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ദ വേർഡ് സ്പേസ് ഷട്ടിൽ ആൻഡ് ആസ്ട്രോണറ്റ്സ് ആർ റിലേറ്റഡ് ടു സ്പേസ് മിഷൻ. ഹിയർ ആർ സം മോർ വേർഡ്സ് റിലേറ്റഡ് ടു സ്പേസ് ട്രാവൽ. ഫൈൻഡ് ഔട്ട് ദെയർ മീനിങ്സ് ആൻഡ് മേക്ക് എ സെൻറ്റൻസ് ഈച്ച്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ഇപ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കിവിടെ 5 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 എന്താ പറയുക വേർഡ്സും വെച്ചിട്ട് നമ്മൾ ഓരോന്നിനെയും വെച്ച് ഓരോരോ സെൻറ്റൻസ് മേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സ്പേസ് ക്രാഫ്റ്റ് ആണ്. ദ സ്പേസ് ക്രാഫ്റ്റ് ട്രാവൽ മില്യൺസ് ഓഫ് കിലോമീറ്റർ ടു എക്സ്പ്ലോർ മാസ്. അപ്പോൾ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പേസിലേക്ക് പോകാനുണ്ടാക്കുന്ന ആ ഒരു വെഹിക്കിളിന് ഇടുന്ന പേരാണ് സ്പേസ് ക്രാഫ്റ്റ്. സെക്കൻഡ് വൺ നോക്കാം. ലോഞ്ച്. സയൻറ്റിസ്റ്റ് പ്രിപ്പയർഡ്
കെയർഫുള്ളി ഫോർ ദ സാറ്റലൈറ്റ് ലോഞ്ച്. അപ്പം ലോഞ്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാറ്റലൈറ്റോ അല്ലെങ്കിൽ സ്പേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ ഇറക്കുമല്ലോ, അപ്പം അതിനാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഒരു വേർഡിൽ, അതായത് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് സയൻറ്റിസ്റ്റ് എന്താ പറയുക, സാറ്റലൈറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാനെന്നാണ്. നെക്സ്റ്റ് വേർഡാണ് ഓർബിറ്റ്. ദ എർത്ത് മൂവ് ഇൻ ആൻ ഓർബിറ്റ് അറൗണ്ട് ദ സൺ. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എർത്ത് ഇങ്ങനെ, അതായത് പാത എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം എർത്ത് ഒരു സണ്ണിന് ചുറ്റും ഒരു ഓർബിറ്റിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ സ്കൈ വോക്ക്. ദ ആസ്ട്രോണറ്റ് പെർഫോം എ സ്കൈ വോക്ക് ടു റിപ്പയർ ദ സ്പേസ് സ്റ്റേഷൻ. സ്കൈ വോക്ക് എന്ന് പറഞ്ഞാൽ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ജമ്പ് ചെയ്താണ് അവിടെ നമുക്ക് നടക്കാൻ പറ്റുക എൻ്റെ ഒരു അറിവ്. അപ്പം ആ ഒരു വോക്കിന് പറയുന്ന പേരാണ് ഇത്. അതുപോലെ അവിടെ ഗ്രാവിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഇതൊക്കെ കൂടിയാണ് ഈ ഒരു പേര് വരുന്നത്. ദെൻ ഫിഫ്ത്ത് വേർഡ് റോക്കറ്റാണ്. റോക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. റോക്കറ്റ് എന്താണ്? റോക്കറ്റ് തന്നെ. ദ റോക്കറ്റ് സോഡ് ഇൻ ടു ദ സ്കൈ വിത്ത് എ ബേസ്റ്റ് ഓഫ് ഫയർ. അപ്പം റോക്കറ്റ് എന്താ പറയുക, കുതിച്ച് മുകളിലേക്ക് സ്കൈയിലേക്ക് ഇങ്ങനെ പോയി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു ബ്ലാങ്ക് സ്പേസും തന്നിട്ടുണ്ട്. അപ്പം ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇപ്പുറത്ത് അതിൻ്റെ പേര് എഴുതി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം എന്താണ്, ക്യാൻ ഹാൻഡിൽ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഈസിലി. അത് സ്പേസ് ഗ്ലൗസ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഹെൽപ്സ് ആസ്ട്രോണട്സ് ടു വോക്ക് സേഫ്ലി ആൻഡ് സ്റ്റേ ബാലൻസ്ഡ്. അതെന്താണ്? സ്പേസ് ബൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, പ്രൊട്ടക്ട് ദ ഐ ഫ്രം ബ്രൈറ്റ് സൺലൈറ്റ് ആൻഡ് ഹെൽപ്പ് വൺ സീ ക്ലിയർലി. അപ്പം അതെന്താണ്? അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനമായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് സ്പേസ് ഹെൽമെറ്റ് ആണ്. സോ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ക്ലൂസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. യു ക്യാൻ റിഫർ ടു ദ സ്റ്റോറി മോസ്ട്രോണറ്റ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പം ഇതിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് വേർഡ്സ് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു ക്രോസ് വേർഡ് പസിൽ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഈസിലി മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് വെയ്റ്റ്ലെസ്നെസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എക്രോസും ഡൗണും ആയിട്ട് കിടക്കുന്ന ഇതിലൂടെ നമുക്ക് കുറച്ച് 7 ക്ലൂസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ദർ ഇസ് എ ഗ്രേറ്റ് ഡ്യൂറിങ് ദ ലോഞ്ച്. അപ്പം ആ ഡാഷിൽ പ്രഷറാണ് വേണ്ടത്. The other mice cling to their cage in terror, but Meter loves the feeling of weightlessness. അത് ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. The name of the mouse chosen for the mission. അത് നമുക്കറിയാം, Meter. The astronauts work in this organization. അപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷനിലാണ്? നാസയിലാണ്. ഇനി ബാക്കി 3 എന്തൊക്കെയാണെന്ന് നോക്കാം. The vehicle that carried the astronauts and മൈസ് ടു സ്പേസ്. സ്പേസിലേക്ക് വരെ കൊണ്ടുവന്നത് എന്ത് വഴിയാണ്? ഷട്ടിൽ വഴി. എ ടൈറ്റിൽ ഗിവൺ ടു ദ മീറ്റർ ആഫ്റ്റർ സേവിങ് ദ മിഷൻ. നമുക്കറിയാം, മൗസ്ട്രോണറ്റ്. ദ നമ്പർ ദാറ്റ് ബിഗിൻസ് ദ ലോഞ്ച് കൗണ്ട് ഡൗൺ. അപ്പം നമുക്കറിയാം സാധാരണ എണ്ണുന്ന പോലെ 1 2 3 അങ്ങനെയല്ല ഇത് എണ്ണുന്നത്. ഇത് 10 2 ആണ് എണ്ണി തുടങ്ങുന്നത്. അപ്പം 10 ആണ് ആ ഒരു നമ്പർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലാസ്സും ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പം നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് കാണാം.